نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن إبراهيم لحليم أواه منيب يا أيها الناس أوصيكم وإياي أولا بتقوى الله الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഏറെ സ്നേഹാധീനരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏറെ സന്തോഷമുള്ള ഒരു ദിവസത്തിലാണ് നമ്മളുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹം ഒന്നാകെ ആഘോഷിക്കാൻ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ള രണ്ട് ആഘോഷങ്ങളുണ്ട്. അതിൽ ഒന്ന് ഈദുൽ ഫിത്തർ ആണെങ്കിൽ മറ്റൊന്ന് ഈദുൽ അദ്ഹയാണ്. ആ ഒരു ഈദുൽ അദ്ഹയെക്കുറിച്ച് അല്ലെങ്കിൽ പെരുന്നാളിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം തന്നെ നമുക്കിത് ആഘോഷിക്കാനുള്ള, സന്തോഷിക്കാനുള്ള ഒരു ദിവസം എന്ന നിലക്ക് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ മദീനക്കാരായ ആളുകൾ ചില ദിവസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അന്നേ ദിവസം ആഘോഷങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ ഹാദാനിൽ യൗമാൻ, എന്താണ് ഈ രണ്ട് ദിവസങ്ങളുടെ പ്രത്യേകതകൾ? ആ സമയത്ത് അവർ പറയുകയാണ്, കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിലായിരിക്കുന്ന സമയത്ത്, ഞങ്ങൾ ദീനിലാകുന്നതിന് മുമ്പ് തന്നെ
ഈ 2 ദിവസങ്ങൾ ഞങ്ങൾ പ്രത്യേകമായ ആഘോഷങ്ങളും സന്തോഷങ്ങളുമായി കളികളൊക്കെയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാറാണ് പതിവ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ. എന്നാൽ നിങ്ങളിപ്പോൾ ആഘോഷിക്കുന്ന ഈ 2 ആഘോഷങ്ങളുണ്ടല്ലോ, ജാഹിലിയത്തിലെ 2 ആഘോഷങ്ങൾ, അതിനേക്കാൾ ഉത്തമമായ ഖൈറായിട്ടുള്ള 2 ആഘോഷങ്ങൾ, 2 ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. യൗമുൽ അദ്ഹ വ യൗമുൽ ഫിത്ർ. അത് ഒന്ന് ഈദുൽ അദ്ഹയാണ്, മറ്റൊന്ന് ഈദുൽ ഫിത്റാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈദുൽ അദ്ഹയിലാണ്. ഇത് സന്തോഷിക്കാനുള്ള, ആഘോഷിക്കാനുള്ള, സന്തോഷങ്ങൾ പങ്കുവെക്കാനുള്ള ദിവസങ്ങൾ തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ആ സന്തോഷം പങ്കുവെക്കുമ്പോൾ പോലും നമ്മൾ ചില ചരിത്രങ്ങൾ ഓർക്കേണ്ടതുണ്ട്. ഈ ഈദുൽ അദ്ഹയെ കുറിച്ച് പറയുമ്പോൾ, ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ ആ ബലിയുടെ ഒരു ചരിത്രമുണ്ട്. ആ ബലിക്ക് നേതൃത്വം കൊടുത്ത ഒരു പ്രവാചകന്റെ ചരിത്രമുണ്ട്. അതാണ് മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹുവിൻ്റെ ഖലീലായ, മനസ്സ് മുഴുവൻ അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹത്തോടുകൂടി ഏകദേശം 4000-5000 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിച്ചതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹു എന്തു പഠിപ്പിച്ചോ അത് കൃത്യമായി നിർവഹിച്ചു. അള്ളാഹു ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞോ അത് പൂർണ്ണമായി ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞോ അതെല്ലാം സമിഅനാ വ അതഅനാ, ഞാനിതാ കേട്ടിരിക്കുന്നു, ഞാൻ അനുസരിച്ചിരിക്കുന്നു എന്ന ഒരു അവസ്ഥയിലേക്കാണ് അദ്ദേഹം എത്തിയതെങ്കിൽ ആ പ്രവാചകന്റെ വിഷയത്തിൽ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുൽ ബരിയ, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്. ഒരിക്കൽ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ വിളിക്കുകയാണ്, യാ ഖൈറുൽ ബരിയ, അല്ലയോ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ളവനെ. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്നുകൊണ്ട് പറയുകയാണ്, ദാക ഇബ്രാഹീമു അലൈഹിസ്സലാം, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. നിങ്ങളിപ്പോൾ വിളിച്ചതില്ലേ, അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്കുള്ള ക്വാളിറ്റിയാണ് എന്ന് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയേറെ ശ്രേഷ്ഠതയുള്ള പ്രവാചകൻ. അത് കേവലം ശ്രേഷ്ഠതയിൽ മാത്രമല്ല, രൂപത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ രൂപം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഏകദേശം ഒരുപോലെയായിരുന്നു എന്നും നമുക്ക് ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര പോയ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് കഴിഞ്ഞു പോയ പല പ്രവാചകന്മാരെയും കാണിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറഅയ്തു ഇബ്രാഹീമ സ്വല്ലല്ലാഹു അലൈഹി, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ രൂപം ഫഇദാ അഖറബു മൻ റഅയ്തു ബിഹി ശബഹൻ സാഹിബുകും യഅനി നഫ്സഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ ഇബ്രാഹിം നബിയെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ രൂപം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാരനെ പോലെ തന്നെയാണ്. യഅനി നഫ്സഹു, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തത്തെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. നബിയുടെ അതേ രൂപത്തിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉള്ളത്. ആദർശമൊന്നാണ്, രൂപമൊന്നാണ്, സ്വഭാവമൊന്നാണ്. ആ പ്രവാചകനോട് നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പറഞ്ഞിട്ടുള്ളത്, സ്വീകരിക്കാൻ പറഞ്ഞത് മില്ലത അബീക്കും ഇബ്രാഹിം. പ്രാർത്ഥനയിലാവട്ടെ ഇബ്രാഹിമിയ സ്വലാത്താണുള്ളത്, നമസ്കാരത്തിൽ ഇബ്രാഹിമിയ സ്വലാത്താണുള്ളത്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ രണ്ടും ഏകദേശം ഒരേ ആശയങ്ങളുമായിട്ടാണ്. ആശയം മാത്രമല്ല, അവരുടെ ജീവിതത്തിലും ഒട്ടേറെ ഗുണപാഠങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഒട്ടേറെ ഹദീസുകൾ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പേരായും സ്വഭാവമായും ചില കാര്യങ്ങൾ എണ്ണിയിട്ടുണ്ട്. അത് മാത്രം ഓർമ്മപ്പെടുത്തട്ടെ, കാരണം കഴിഞ്ഞ 2 ഖുതുബകളിലൂടെ നമ്മൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജനനം മുതൽ അദ്ദേഹത്തിന്റെ വിവാഹവും കുടുംബവും എല്ലാം നമ്മൾ വിശദീകരിച്ചു.
സ്വീകരിക്കുകയുണ്ടായി. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞ 3 പ്രത്യേകതകളുണ്ട്, 3 സ്വഭാവം ഒരൊറ്റ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹുൻ മുനീബുൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ 3 സ്വഭാവമാണ്. അദ്ദേഹം ഹലീമാണ്, അദ്ദേഹം അവ്വാഹാണ്, അദ്ദേഹം മുനീബാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഇതിൽ പറയപ്പെട്ട 3 സ്വഭാവമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞതെന്നോ? ഒന്നാമത്തെ കാര്യം ലഹലീമുൻ, അദ്ദേഹം അങ്ങേയറ്റം സഹനശീലനായിരുന്നു. എന്തെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പരീക്ഷണമായി ഏർപ്പെടുത്തിയോ അതിലൊന്നും അല്ലാഹുക്ക് തൃപ്തിയില്ലാത്ത ഒരു വാക്ക് പറയാതെ എന്തെല്ലാം അല്ലാഹു പറഞ്ഞു അത് മുഴുവൻ സ്വീകരിച്ചു. തന്റെ 14-ാമത്തെ അല്ലെങ്കിൽ 16-ാമത്തെ വയസ്സിൽ പ്രവാചകത്വം കിട്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി ഇസ്ലാമിന്റെ ദഅവത്തിലേക്ക് ഇറങ്ങിയപ്പോ വിമർശനങ്ങളുണ്ടായി, കൂക്കിവിളികളുണ്ടായി, വീട്ടിൽ നിന്ന് പുറത്താക്കലുകളുണ്ടായി. എന്തിനേറെ ഒരു സമൂഹം മുഴുക്കെ അവിടുത്തെ അധികാരികളും അവിടുത്തെ ഭരണവർഗങ്ങളും അവിടുത്തെ രാജാക്കന്മാരും അവിടുത്തെ ഭരണാധികാരികളും എല്ലാവരും ഒത്തൊരുമിച്ച് അദ്ദേഹത്തിനെതിരെ പ്രതിരോധിച്ച സമയത്ത്, അദ്ദേഹത്തെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തിയ സമയത്തെല്ലാം അദ്ദേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു പറഞ്ഞാലും സ്വീകരിക്കാൻ ഞാൻ റെഡിയാണ് എന്ന നിലപാടെടുത്ത ആളാണ്. ഹലീമായിരുന്നു എല്ലാ അർത്ഥത്തിലും. എന്നിട്ടോ വേറൊരു നാട്ടിലേക്ക് പോയി അവിടെയും പ്രയാസമുണ്ടായി, മറ്റൊരു നാട്ടിലേക്ക് പോയി അവിടെയും പ്രയാസമുണ്ടായി. എല്ലാ നാട്ടിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും നാവ് കൊണ്ട് അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറഞ്ഞിട്ട് എന്റെ ജീവിതം ഇങ്ങനെയായി പോയി, ഞാൻ ഇനി ഇത്തരത്തിലുള്ള ദഅവത്തിലേക്കില്ല, ഞാൻ പ്രബോധനത്തിലേക്കില്ല, എപ്പോഴും എനിക്ക് വിമർശനങ്ങൾ മാത്രമാണ്, എല്ലാവരും എന്നെ ആട്ടിപ്പായിക്കുകയാണ്, എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞിട്ടില്ല. പ്രബോധനത്തിന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന് പരീക്ഷണങ്ങൾ ഉണ്ടായി, കുടുംബ ജീവിതത്തിൽ പരീക്ഷണമുണ്ടായി, വർഷങ്ങളോളം മക്കളില്ലാതെ പ്രയാസപ്പെടുക. എന്നിട്ട് കാലത്തിന്റെ അങ്ങേയറ്റം എത്തിയപ്പോ അദ്ദേഹത്തിന് മക്കളെ കിട്ടുക. ആ മകന്റെ കൂടെ ജീവിക്കാൻ പറ്റാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിൽ നിന്ന് തന്റെ മകനെയും ഭാര്യയെയും ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള മക്കയുടെ മണലാരണ്യങ്ങളിലേക്ക് ഒറ്റക്ക് കൊണ്ടുപോയി നിർത്തി അവിടുന്ന് തിരിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഒരു വാപ്പ എന്ന നിലയ്ക്ക് നമുക്ക് സാധിക്കുമോ? നമ്മുടെ മകന്റെ വിഷയത്തിലാണ് നമ്മുടെ നമസ്കാരം നഷ്ടപ്പെട്ടിട്ടുള്ളത്, നമ്മുടെ മകളുടെ വിഷയത്തിലാണ് പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്ത പല ആഘോഷങ്ങളും നമ്മൾ നിർവഹിച്ചിട്ടുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മകനെ കൊടുത്തു എങ്കിൽ അല്ലാഹു പറഞ്ഞു അവിടെ കൊണ്ടുപോയി വെക്കാൻ, എങ്കിൽ അവിടെ കൊണ്ടുപോയിട്ടു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു ആ കുഞ്ഞിന്റെ തലയെറുക്കണം. ആ വാക്ക് പറഞ്ഞപ്പോഴും എന്തേ റബ്ബേ എന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ, എനിക്ക് ആകെയുള്ള ഒരു മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പരിഭവങ്ങൾ പറഞ്ഞില്ല, മറിച്ച് സ്വീകരിച്ചു. അല്ലാഹു പറഞ്ഞോ എന്നാൽ ഞാൻ ചെയ്യാൻ റെഡിയാണ്, അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ ഞാൻ അനുസരിക്കാൻ റെഡിയാണ്. എല്ലാ മേഖലയിലും ഒരു വാപ്പയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം, നല്ല ഒരു മകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഒരിക്കലും മറ്റുള്ളവനെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിലല്ല, മറിച്ച് അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഞാനൊരു വാപ്പയാകൂല, അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഞാനൊരു മകനാകൂല, അല്ലാഹുക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ ഒരു ഭർത്താവ് കൂടിയാകുകയില്ല. അതുകൊണ്ടാണ് ഫലസ്തീനിൽ നിന്ന് ഹാജറിനെയും ഇസ്മായിലിനെയും മക്കയുടെ മണലാരണ്യത്തിൽ നിർത്തിക്കൊണ്ട് തിരിച്ചു വരുമ്പോ ഭാര്യയുടെ ചോദ്യമുണ്ട്, അല്ലാഹുല്ലദീ അമറക യാ ഇബ്രാഹിം, ഇബ്രാഹിം നിങ്ങളുടെ രക്ഷിതാവാണോ ഇത് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോൾ അതെ എന്റെ രക്ഷിതാവ് പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് എന്റെ നിവൃത്തിയില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഹാജറിനെ സമാധാനിപ്പിച്ചിട്ടില്ല. മകനെ നീ നേരെ നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മകനെ സമാധാനിപ്പിച്ചിട്ടില്ല, മറിച്ച് അല്ലാഹു പറഞ്ഞു നിങ്ങളെ ഇവിടെ നിർത്താൻ, ഞാനിതാ നിർത്തിയിരിക്കുന്നു. പരീക്ഷണങ്ങൾ എമ്പാടും വന്നു. ആ പരീക്ഷണങ്ങളെല്ലാം വളരെ എല്ലാ അർത്ഥത്തിലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ അത് സ്വീകരിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം റെഡിയായി. ആ ഇബ്രാഹിമിന്റെ ഒരു പേരമകനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മകനായ ഇസ്ഹാഖ് നബിയുടെ മകനായ ഈസിന്റെ മകൻ അയ്യൂബ് നബി അലൈഹിസ്സലാം പേരമകന്റെ മകനാണ്. ഈസ് എന്ന് പറയുന്ന വ്യക്തിയുടെ മകനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. ഒരു പക്ഷേ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ വല്ലിപ്പാന്റെ ഉപ്പയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമെങ്കിൽ അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതം സാന്ദർഭികമായി ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. 80 വർഷക്കാലം
വളരെ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടിയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാം ജീവിച്ചത്. വലിയ ധനാഢ്യനായിരുന്നു. ചരിത്രത്തിൽ വലിയ ധനങ്ങളുള്ള സമ്പാദ്യങ്ങളുള്ള പ്രവാചകന്മാരുടെ പേരെണ്ണിക്കഴിഞ്ഞാൽ അതിൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ പേരുണ്ട്. ആയിരക്കണക്കിന്, 2000 കണക്കിന്, 3000 കണക്കിന് ആടുകളും മാടുകളും ഒട്ടകങ്ങളും ഒക്കെയായി അദ്ദേഹത്തിന്റെ സമ്പാദ്യം വലുതായിരുന്നു. 7 ആൺമക്കളും 7 പെൺമക്കളും ഉണ്ടായിരുന്നു. പക്ഷേ 80 വയസ്സ് കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം വരികയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തും നഷ്ടപ്പെടാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കന്നുകാലികൾ ചത്തൊടുങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം കൊടുത്തു തീർക്കേണ്ടി വന്നു. എന്തിനേറെ, അദ്ദേഹത്തിന്റെ 14 മക്കളും അദ്ദേഹം ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോകുക. ഒരു വാപ്പ ഒന്ന് ആലോചിക്കണം. നമ്മൾ ജീവിച്ചിരിക്കെ നമ്മുടെ മകന്റെ വിരോഹം, നമ്മുടെ മകന്റെ മരണം, നമ്മുടെ മകന്റെ ഒരു വേദന പോലും നമുക്ക് താങ്ങാൻ കഴിയൂല. റബ്ബേ, അത് എന്നെ ബാധിപ്പിച്ചോ, എന്റെ മക്കൾക്ക് വേണ്ട എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചിരിക്കെ 14 മക്കളും മരിച്ചു. എന്നിട്ടോ അദ്ദേഹത്തിന് അവസാനിപ്പിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും 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 പരീക്ഷണം. അദ്ദേഹത്തിന്റെ ശരീരം പൊട്ടി വലിക്കുന്ന അവസ്ഥ, ശരീരത്തിന്റെ മാംസങ്ങൾ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ, ഏതൊരാളും മറപ്പോടുകൂടി മാത്രം കാണുന്നൊരവസ്ഥയിലേക്ക്, വലിയ വലിയ പരീക്ഷണങ്ങളിലേക്ക് എത്തി. എല്ലാവരും അദ്ദേഹത്തിൽ നിന്ന് അകന്നു നിന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയും 2 സുഹൃത്തുക്കളും മാത്രം ബാക്കിയായി. എന്നിട്ടും അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയില്ല. മുഴുവൻ സമ്പാദ്യവും തീർന്നു. പട്ടിണിയും പരവട്ടവുമായിക്കൊണ്ട് അയ്യൂബ് നബി അലൈഹി സ്വലാം ജീവിച്ചു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ഒരു പ്രവാചകന്റെ ഭാര്യ ജോലിക്ക് പോകുക, വീട്ടുപണിക്ക് പോകുക, അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിലുള്ളതാ. വീട്ടുപണിക്ക് പോയിട്ട് അവിടുന്ന് കിട്ടുന്ന വരുമാനം എന്താണോ, അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം എന്താണോ, അത് ഭർത്താവിനെ കൊണ്ടേ കൊടുക്കുക. ദിവസങ്ങൾ കഴിഞ്ഞു. അതിനിടയിൽ ആളുകൾ മനസ്സിലാക്കി ഇത് അയ്യൂബ് നബിയുടെ ഭാര്യയാണെന്ന്. ആളുകൾ തീരുമാനിച്ചു, ഇല്ല, അയ്യൂബ് നബിയുടെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ പാടില്ല. എല്ലാവരും ഒഴിവാക്കി. പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി പോലും ഇല്ലാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ പ്രയാസപ്പെട്ടപ്പോ അവരുടെ മുടി മുറിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൗന്ദര്യത്തിന്റെ അടയാളമാണ് മുടി. എങ്കിൽ ആ മുടി പകുതി മുറിച്ചുകൊണ്ട് അത് കൊണ്ടുപോയി വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എടുത്തുകൊണ്ട് ഭക്ഷണം കൊടുക്കുക. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ഭാര്യ പറയുന്നൊരു വാചകം, എന്തേ നമുക്ക് മാത്രം ഇങ്ങനെ ഒരു പ്രയാസം? ഒരു വാക്ക് പറഞ്ഞതാ. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാമിനോട് ആ ഭാര്യ പറയണം, നമുക്കെന്തേ ഇങ്ങനെ ഒരു പ്രയാസം? നിങ്ങളൊന്ന് അല്ലാഹുവോട് പ്രാർത്ഥിച്ചുകൂടെ? നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഒരു വൈകാരികമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അയ്യൂബ് നബി അലൈഹി സ്വലാം അവിടെ തിരുത്തിയത്, എൻ്റെ ഈ അസുഖം മാറിയാൽ നിന്നെ ഞാൻ 100 അടി അടിക്കുമെന്നാ പറഞ്ഞേ. കാരണം അള്ളാഹിനോട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത രൂപത്തിലുള്ള വാക്കുകൾ പറയാണോ എന്നായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ നിലപാട്. അതുവരെയും 18 വർഷക്കാലം രോഗിയായി കടന്നിട്ടും അയ്യൂബ് നബി അലൈഹി സ്വലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തന്റെ പ്രയാസങ്ങൾ പറഞ്ഞില്ല. കാരണം ഞാനൊരു പ്രവാചകനായിട്ട് അല്ലാഹു ഒരു പരീക്ഷണം തരുമ്പോഴേക്ക് ഞാൻ അള്ളാഹിനോട് പരിഭവങ്ങൾ പറയുകയാണോ, ഞാൻ എൻ്റെ പ്രയാസങ്ങൾ അള്ളാഹിനോട് പറയുകയാണോ, ഞാൻ ക്ഷമിക്കാൻ റെഡിയാണ്. ഇതായിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ ജീവിതം. 18 കൊല്ലക്കാലം എല്ലാം നഷ്ടപ്പെട്ടിട്ട്, സമ്പത്തും മക്കളും ശരീരവും നഷ്ടപ്പെട്ടിട്ട് അങ്ങേയറ്റ പ്രയാസത്തിലേക്ക് ഇറങ്ങിയപ്പോ അവസാനത്തിൽ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കിലേക്ക് ഭാര്യ വരുന്നുണ്ട്. ഭാര്യയുടെ മുടി പകുതി മുറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടും ഭക്ഷണത്തിന് പ്രയാസം വന്നപ്പോൾ അവരുടെ മുടി മുഴുവനായിക്കൊണ്ട് അവർ വടിച്ച് ആ മുടിയുമായിട്ട് അങ്ങാടിയിലേക്ക് ചെന്നു. അതിൽ കിട്ടുന്ന പണവുമായിട്ട് അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ അടുക്കിലേക്ക് വരിക. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി ഭാര്യ ഭർത്താവിന്റെ മുന്നിലും മുടി മറച്ചുകൊണ്ട്, തല മറച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാം ചോദിച്ചു, എന്താണ് നീ വസ്ത്രം ധരിച്ചിട്ടുള്ളത്? നീ എന്താണ് തല മറച്ചിട്ടുള്ളത്? അവരൊന്നും മിണ്ടിയില്ല. വീണ്ടും ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർക്കൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. അവസാനം അയ്യൂബ് നബി അലൈഹി സ്വലാം അവരുടെ തലമറച്ചിട്ടുള്ള ആ ഒരു തട്ടമങ്ങ് മാറ്റിയപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാമിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പടച്ച റബ്ബേ, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി ഇത്രത്തോളം അനുഭവിച്ചു കഴിഞ്ഞു, ഇത്രത്തോളം പ്രയാസപ്പെടുത്തിയെങ്കിൽ ഇനി ഞാൻ എന്തായാലും എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിക്കണം. അയ്യൂബ് നബി അലൈഹി സ്വലാം അവിടുന്ന് പ്രാർത്ഥന നടത്തുന്നു. വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി യദുർ വഅൻത അർഹമുർ റഹീമീൻ. ഒറ്റ വാചകം, പരിഭവങ്ങളില്ല, പ്രയാസങ്ങളില്ല, അല്ലാഹനെ കുറ്റപ്പെടുത്തുന്നില്ല. അല്ലാഹുവിനോട് അയ്യൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞ ഒറ്റ വാചകം, ഇദ് നാദാ റബ്ബഹു അന്നീ മസ്സനി യദുർ, റബ്ബേ എനിക്കിതാ പ്രയാസം ബാധിച്ചിട്ടുണ്ട്, വഅൻത അർഹമുർ റഹീമീൻ,
നീ കരുണാവാരിധികളിൽ കരുണാവാരിധിയാണല്ലോ. ഈ ഒരൊറ്റ വാചകം മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ ഒരിക്കലും എൻ്റെ രോഗം മാറ്റിത്തായ റബ്ബേ എന്ന് പറഞ്ഞിട്ടില്ല, പരിഭവങ്ങളുടെ വാക്കില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെട്ടുകൊണ്ട് തന്നെ പറയാണ്, ഞാൻ ഇത്രത്തോളം പ്രയാസത്തിലാണ്. ആ ഒരു വാക്ക് അള്ളാഹ് കേട്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ അസുഖവും അള്ളാഹു മാറ്റിക്കൊടുത്തു. അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് മുഴുവൻ മാറ്റിക്കൊടുത്തുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹി സ്വലാമക്ക് ആ ഒരു ഈമാൻ കിട്ടിയത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തിലായതുകൊണ്ടാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാം അങ്ങനെ പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പരിചയപ്പെടുത്തിയ റബ്ബിനെ അറിഞ്ഞത് കൊണ്ടാണ്. എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു പ്രയാസം വരുമ്പോഴേക്ക്, ചെറിയ ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് എന്തെല്ലാം വാക്കുകളാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ജീവിതം സന്തോഷകരമായി പോകുമ്പോൾ, നമ്മുടെ കച്ചവടമൊക്കെ നല്ല രൂപത്തിലാകുമ്പോൾ നമ്മൾ വലിയ സന്തോഷവാന്മാരാണ്. എന്നാൽ ചില പരീക്ഷണങ്ങൾ വരുമ്പോഴേക്ക്, എൻ്റെ കാര്യത്തിൽ പടച്ചോൻ ഇങ്ങനെ, എൻ്റെ വിഷയത്തിൽ മാത്രം ഇങ്ങനെ, എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ മാത്രം എന്താ ഇങ്ങനെ എന്നുള്ള വാക്കുകൾ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടി ഈ വാചകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹലീമായിരുന്നുവെങ്കിൽ, സഹനശീലനായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സ്വഭാവമായി അള്ളാഹു പറയാണ് അവ്വാഹുൻ. അദ്ദേഹം അങ്ങേയറ്റം അനുകമ്പയുള്ളവനായിരുന്നു. അങ്ങേയറ്റം എല്ലാവരോടും അനുകമ്പയുള്ള, കാരുണ്യമുള്ള പ്രവാചകൻ അതായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാമെങ്കിൽ, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദീന് മനസ്സിലാക്കിയിട്ടുള്ള, ആ മില്ലത്ത് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണ ചൊരിയാനായി നമ്മളോട് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഇർഹമു മൻ ഫിൽ അർള് വയർഹമുകും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം, എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഭൂമിയിലുള്ള എല്ലാവരോടും, അത് മനുഷ്യനോടാണെങ്കിലും മൃഗങ്ങളോടാണെങ്കിലും എല്ലാത്തിനോടും കരുണയുള്ളവനാവണം ഒരു മുസ്ലിം. ഇസ്ലാം എന്നുള്ളത് കാരുണ്യത്തിന്റെ മതമാണെങ്കിൽ, അള്ളാഹു കാരുണ്യവാനാണെങ്കിൽ, അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ള പ്രവാചകൻ കാരുണ്യത്തിന്റെ പ്രവാചകനാണെങ്കിൽ, ഖേദകരമെന്ന് പറയട്ടെ, ഇന്ന് ഇസ്ലാമിനെ അങ്ങേയറ്റം മോശമാക്കി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നു പലരും. നിരന്തരമായി നമ്മൾ പത്രത്താളുകളിൽ വായിക്കുന്നുണ്ട്, മുസ്ലിം പേര് പറഞ്ഞുകൊണ്ട് ആളുകളെ കൊലപ്പെടുത്തി എന്ന് പറയപ്പെടുന്നു. അത് സത്യമാണെങ്കിൽ ഒരിക്കലും അവർ മുസ്ലിം അല്ല. കാരണം ഒരാളുടെ ഷഹാദത്ത് കലിമ ചൊല്ലി അയാൾ ഷഹാദത്ത് കലിമ ചൊല്ലാതെ അവിടെ നിൽക്കുകയാണെങ്കിൽ അവന്റെ ശരീരത്തിലേക്ക് വെടിയുതിർക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഒരു ഇസ്ലാമിക രാജ്യത്ത് പോലും പറ്റാത്ത കാര്യമാണെങ്കിൽ, ഇസ്ലാം അല്ലാത്ത ഒരു രാജ്യത്ത്, ഒരു മതേതര രാജ്യത്ത് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് ഇസ്ലാമിന്റെ പേരിലാണെങ്കിൽ, അവർ മുസ്ലിമാണെങ്കിൽ അവർ ഇസ്ലാമിലല്ല എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മുടെ നാട് ഇന്ന് വർഗീയവൽക്കരിച്ചു കൊണ്ടിരിക്കാൻ പല ആളുകളും പരിശ്രമിക്കുന്നുണ്ട്. അങ്ങേയറ്റം പരിശ്രമം. അത് ഭരണ അധികാരത്തിലുള്ള ആളുകളാവട്ടെ, സർക്കാർ തരത്തിലുള്ള ആളുകളാവട്ടെ, എല്ലാവരും രണ്ട് ഭാഗമാക്കിക്കൊണ്ട് ഈ ഉമ്മത്തിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നമ്മളെത്ര മൂടി വെച്ചാലും, നമ്മളെത്ര ശബ്ദം താഴ്ത്തിയാലും, നമ്മളെത്ര മറച്ചു വെക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത് പുറമെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നതൊരു സത്യമാണ്. എന്താണ് ഈ ഒരു കാര്യത്തിന്റെ തെളിവ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിനൊരു കാലം വരും. കേട്ടോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവ് പറയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വഹയിന്റെ അടിസ്ഥാനത്തിൽ പ്രവചനം നടത്തുന്ന പ്രവാചകൻ പറയുകയാണ്, എൻ്റെ ഉമ്മത്തിനൊരു കാലം വരും, തീറ്റക്കൊതിയന്മാരായ ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് ആർത്തിയോടുകൂടി അവരുടെ കൈകൾ നീട്ടുന്നത് പോലെ എൻ്റെ ഉമ്മത്തിനെതിരെ എല്ലാവരും ആർത്തിയോടുകൂടി വരും. അവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. അവിടെ ഹിന്ദുവെന്നോ അതല്ലെങ്കിൽ മറ്റു ഇതര വിഭാഗങ്ങളെന്നോ വ്യത്യാസമില്ല. എന്തിനേറെ മതം വേണ്ട എന്ന് പറയുന്നവർ പോലും, എല്ലാ മതങ്ങളും തെറ്റാണെന്ന് ഒരു പക്ഷേ പൊതുസമൂഹത്തിൽ പറയുന്നവർ പോലും, അവർ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് ഇസ്ലാമിനെയാണ്. എല്ലാവർക്കും ഇസ്ലാമാണ് പ്രശ്നം, എല്ലാവർക്കും മുസ്ലിമാണ് പ്രശ്നം. എങ്കിൽ അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അങ്ങനത്തെ ഒരു കാലം വരും. അതിൻ്റെ കാരണം കൂടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് അതിൻ്റെ കാരണമെന്നോ? ഹുബ്ബുദ്ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. ദുനിയാവിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമുണ്ടാകുക, വകറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ പേടിയുള്ള മുസ്ലിമാവുക, മരിക്കാൻ പേടിയാവുക.
ഏതെങ്കിലും ഒരാൾ വിമർശിക്കുമ്പോഴേക്ക് എന്റെ ആദർശം മാറ്റാൻ ഞാൻ റെഡിയാണ്. ആരെങ്കിലും ഒരാൾ കണ്ണുരുട്ടുമ്പോഴേക്ക് പേര് മാറ്റാൻ റെഡിയാണ്. ആരെങ്കിലും ഒരാൾ നോക്കുമ്പോഴേക്ക് താടി വടിക്കാൻ റെഡിയാണ്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ മുസ്ലിം അല്ല, എനിക്ക് ഐഡന്റിറ്റി വേണ്ട, ഞാനിതാ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് ലൈവിൽ വന്ന് പറയാൻ മാത്രം ആളുകൾ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക്, ഇസ്ലാം എന്ന് അറിയാത്തൊരവസ്ഥയിലേക്ക്, മുസ്ലിമിന്റെ ഇസ്സത്ത് അറിയാത്ത അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് സത്യമാണെങ്കിൽ ഒരു മുസ്ലിം പ്രതീക്ഷിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകം അത് വന്നുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി 1 വർഷം കഴിഞ്ഞാൽ ഈ നാട് നന്നാവുമെന്ന്? ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഈ നാടിന് മാറ്റമുണ്ടാകുമെന്ന്? ഒരിക്കലുമില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണുവാൻ സാധിക്കും, ഓരോ വർഷം കഴിയും തോറും നാട് മോശമായി കൊണ്ടിരിക്കുക, എല്ലാ അർത്ഥത്തിലും മോശമായി കൊണ്ടിരിക്കും. അവിടെ മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ കൂടുകയല്ലാതെ കുറയുകയില്ല. പ്രയാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ അവിടെ ഒരു മുസ്ലിമിന്റെ ഇസ്സത്ത് ഒഴിവാക്കാൻ പാടില്ല. ആ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. അതാണ് വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മറ്റൊരു പ്രത്യേകത അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന ഇബ്രാഹിമ ലഹലീമുൻ അവ്വാഹുൻ മുനീബ്. മുനീബാണ്. എന്താണ് മുനീബ് എന്ന് പറഞ്ഞാൽ? പശ്ചാത്താപമുള്ളവൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പശ്ചാത്താപത്തിന്റെ മൂർത്തിഭാവമായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനോട് അതിയായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലും ഒരു വിശ്വാസി എന്ന നിലക്ക് എപ്പോഴും അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്ന ആളുകളായി മാറണം. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറു വഅന്നി അതൂബു ഫിൽ യൗമി 100 മറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനോട് ധാരാളമായി തൗബ ചെയ്തു. ദിവസവും 100 തവണയെങ്കിലും ഞാൻ അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നുണ്ട്. ഒരു തെറ്റുപോലും ചെയ്യാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും 100-ലധികം തവണ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടെങ്കിൽ, തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, 100-ലധികം തെറ്റ് ചെയ്യുന്ന നമ്മൾ ഇന്നലെ എത്ര തൗബ ചെയ്തു? മിനിഞ്ഞാന്ന് എത്ര തൗബ ചെയ്തു? ഒരു പക്ഷേ ജീവിതത്തിന്റെ ഏതോ ഒരു സമയത്ത് സംഭവിച്ച വലിയ ഒരു പാതകത്തിന്റെ വിഷയത്തിൽ മാത്രം ഏതോ വർഷം ഒരു ഈമാൻ കയറിയ സമയം എന്ന് നമ്മൾ പറയൂലേ, ആ സമയത്ത് മാത്രം തൗബ ചെയ്തതാ. ഇസ്തിഗ്ഫാർ ഇല്ല നമുക്ക്. ഒരു പക്ഷേ നമസ്കാരത്തിന് ശേഷം 3 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ലാതെ മറ്റൊന്നുമില്ല. അതല്ല വിശ്വാസി. വിശ്വാസി എപ്പോഴും തൗബ ചെയ്യുന്ന ആളാവണം. കാരണം തൗബയിലൂടെ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ, അല്ലാഹുവിന്റെ ഇഷ്ടം നമുക്ക് നേടാൻ കഴിയും. നമ്മുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരും. ഈ ലോകത്ത് പാപങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും സത്യമാണ്. ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, മദ്യപാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, സ്വവർഗരീതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, വ്യഭിചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എന്തിനേറെ ലോട്ടറികൾ പോലും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാന്ദർഭികമായി കൊണ്ട് പറയട്ടെ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കളർ തരത്തിലുള്ള കളറായിട്ട് വെക്കുന്ന ലോട്ടറികളുണ്ട്, ഇന്ന നമ്പറുള്ള ലോട്ടറി, അത് വാങ്ങിയാൽ മാത്രമേ തെറ്റുള്ളൂ, ബാക്കിയുള്ളത് തെറ്റല്ല. ഇന്ന് നമ്മുടെ കേരളക്കരയിൽ ധാരാളമായി കാണുന്നുണ്ട് ലോട്ടറികൾ. ഒരു പക്ഷേ പല ഉമ്മത്തിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലായിട്ടില്ല അത് ലോട്ടറിയാണെന്ന്. ചില ആളുകൾ ലൈവിൽ വരുന്നു, ചില യൂട്യൂബർമാർ അതിനു വേണ്ടി തയ്യാറെടുക്കുന്നു. അയാളുടെ വീട് വിൽക്കാൻ വേണ്ടി വെക്കുകയാണ്. 1 കോടി രൂപയുള്ള വിലയാണ്. ആ വീടിന് 1 കോടി രൂപയുണ്ട്. നിങ്ങൾ 1000 രൂപ തന്നാ മതി, 1000 രൂപ തന്നാ മതി. ആ 1000 രൂപ ഒരുപാട് ആളുകൾ കൊടുക്കുന്നു. 10,000-കണക്കിന് ആളുകൾ, 30,000-കണക്കിന് ആളുകൾ കൊടുക്കുന്നു. എന്നിട്ടൊരു ലോട്ടെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് ആരുടെ പേരാണോ കിട്ടുന്നത് അവർക്ക് ആ വീട് കിട്ടുമത്രേ. ആർക്കും കിട്ടിയതായിട്ട് കണ്ടിട്ടില്ല. പലപ്പോഴും അവർക്ക് തന്നെയാണതുള്ളത്. പക്ഷേ അത് അവർ ആര് എന്തെല്ലാം ചെയ്താലും അത് മുസ്ലിമിന് അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും, അത് ഹറാമാണ്. അത് ഹറാമാണ്. അത്തരത്തിലുള്ള ലോട്ടറികൾ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കാൻ വേണ്ടിയല്ലേ എന്നാണെങ്കിൽ അവരെ സഹായിക്കൽ മാത്രമേ അവിടെ നടക്കാൻ പാടുള്ളൂ. ആ സഹായത്തിലൂടെ നമ്മളൊരു കാര്യം പ്രതീക്ഷിക്കാൻ പാടില്ല. ആ പ്രതീക്ഷ നൽകി അതോടൊപ്പം ആളുകളെ കൂട്ടിക്കൊണ്ട് ഇന്ന് സമൂഹത്തിൽ ഇത് നടക്കുമ്പോൾ ഒരു വിശ്വാസി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും സമൂഹം മോശമായി കൊണ്ടിരിക്കുമ്പോൾ ഞാനും അതിൽ പെട്ടുപോയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട്
വിഷമിക്കുകയല്ല വേണ്ടത്. ഒരു വിശ്വാസി എന്ന നിലക്ക് തിരിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കണം. സമൂഹം എല്ലാവരും ഒറ്റക്കെട്ടായി പോകുമ്പോൾ അത് തിന്മയാണെങ്കിൽ അതിൽ ഞാനില്ല എന്ന് മാറി നിൽക്കാൻ കഴിയണം. അത് എല്ലാ മേഖലകളിലും എല്ലാവരും ശിർക്ക് ചെയ്യുന്നുണ്ട്, കുടുംബത്തിൽ എല്ലാവരും ചെയ്യുന്നു, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നല്ല, മറിച്ച് എൻ്റെ പരലോകത്തേക്ക്, എൻ്റെ ഖബറിലേക്ക് ഞാൻ ഒറ്റക്കാണുണ്ടാകുക. ഫർദൻ ഫർദ, ഒറ്റക്കൊറ്റക്കായി പരലോകത്ത് വരുമെന്നാണെങ്കിൽ അവിടെ എൻ്റെ വാപ്പ എനിക്ക് കൂട്ടിനുണ്ടാവൂല, എൻ്റെ ഉമ്മ എനിക്ക് കൂട്ടിനുണ്ടാകൂല, എൻ്റെ കുടുംബത്തിലെ ഒരാളും എനിക്ക് കൂട്ടിനുണ്ടാകൂല, ഞാൻ ഒറ്റക്കായിരിക്കും. എങ്കിൽ പ്രിയപ്പെട്ടവരെ, തൗഹീദ് അനുസരിച്ച് ജീവിക്കണം. അല്ലാഹുവല്ലാത്ത ഒരാളിലേക്കും നമ്മുടെ കൈകൾ നീട്ടാൻ പാടില്ല. എന്തു പ്രയാസം വരുമ്പോഴും അത് പരിഹരിക്കാൻ കഴിവുള്ളവൻ രാജാതിരാജനായ റബ്ബാണ്, മാലിക്കുൽ മുലൂക്കായ റബ്ബാണ്, എല്ലാത്തിനും കഴിവുള്ള. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ വാക്കറിയാത്തവരാരുമില്ല. അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ളവൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരു സമൂഹം മുഴുക്കെ അദ്ദേഹത്തിനെതിരായി ഒരു വലിയ തീക്കുണ്ടാരമുണ്ടാക്കി. ആ തീക്കുണ്ടാരത്തിലേക്ക് അദ്ദേഹത്തെ എറിഞ്ഞപ്പെടും. ആ തീയിന്റെ സ്വഭാവം കരിക്കലാണെങ്കിൽ ആ കരിക്കുക എന്ന സ്വഭാവം മാറ്റിയിട്ടുള്ള റബ്ബ് തന്റെ മകന്റെ കഴുത്തിലേക്ക് കത്തിയിറക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം റെഡിയായപ്പെടും. കത്തിയുടെ മൂർച്ച ഒഴിവാക്കിയിട്ടുള്ള റബ്ബ്, ആ റബ്ബിന്റെ മുന്നിലാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മുടെ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അള്ളാഹിനോട് പറഞ്ഞു. അള്ളാഹു അത് പരിഹരിച്ചു തരാൻ കഴിവുള്ളവനാണ്. എല്ലാ ബിദ്അത്തിന്റെ കാര്യങ്ങളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കണം. എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, സമൂഹത്തിൽ കുറച്ചൊക്കെ അവരുടെ കൂടെ അതൊന്നും നടക്കൂല എന്നുള്ള ശൈലി ഒരു വിശ്വാസിക്ക് യോജിക്കുന്നതല്ല. മറിച്ച് എല്ലാ അർത്ഥത്തിലും തൗഹീദുള്ള, ഈമാനുള്ള, ബിദ്അത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ട് സുന്നത്തിന്റെ ആളുകളായി മാറുന്ന ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ആഘോഷം എന്നുള്ളത് ആഘോഷിക്കുക എന്നത് മാത്രമല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ കൂടിയായിരിക്കണം. പല ആളുകളും ഇത് കഴിഞ്ഞ് കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ചിരുന്ന് പിന്നെ റൂമിലേക്ക് പോകുന്നൊരവസ്ഥ, വീട്ടിലേക്ക് പോകുന്നൊരവസ്ഥ. വീട്ടിൽ അവിടെ ഇരിക്കലല്ല, കൂട്ടുകാരോടൊന്നിച്ചുകൊണ്ട് യാത്ര പോകൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിലുള്ള ആളുകളുണ്ട്. നമ്മുടെ ഉമ്മയുടെ അടുത്തേക്ക്, വാപ്പയുടെ അടുത്തേക്ക്, ജ്യേഷ്ഠന്റെ അടുത്തേക്ക്, അനിയന്റെ അടുത്തേക്ക്, എല്ലാവരുടെ അടുത്തേക്കും പോയി അവരോട് ബന്ധം പുതുക്കുന്ന എന്തെങ്കിലുമൊക്കെ മനുഷ്യസഹജമായി പറഞ്ഞ് പരസ്പരം പിണക്കത്തിലാണെങ്കിൽ ആ പിണക്കം മാറ്റാനുള്ള ദിവസം കൂടിയാണ് പെരുന്നാൾ. ആ പിണക്കം മാറ്റാനുള്ളൊരു അവസരമാണ്. ആ അവസരങ്ങൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ആ നിലക്ക് പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമായി, പൂർണ്ണ മുസ്ലിമായി കൊണ്ട് നമ്മൾ ജീവിക്കുക. ഈ ഒരു ദിവസത്തിൽ നമ്മൾ പരസ്പരം ആശംസ കൈമാറുക വേണം. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള പ്രാർത്ഥന അത് നമ്മൾ മറക്കാതിരിക്കുക. സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, നമ്മളിവിടെ സന്തോഷത്തോടുകൂടി നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി ഇവിടെ നിൽക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിമീങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫലസ്തീനിന്റെ മുസ്ലിമിന്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മുടെ സഹോദരങ്ങൾ, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം എന്നുള്ള വാക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം വന്നിട്ടുണ്ട് എന്ന് ഇന്നലത്തെ നമ്മുടെ പ്രാർത്ഥനയിൽ ആ ഗസയിലുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ നമ്മളൊക്കെ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ, നല്ല നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ, ഇന്നത്തെ വാർത്ത നമ്മൾ വായിച്ചു. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന്റെ വില സാധാരണ വിലയേക്കാൾ 500 ഇരട്ടിയായി മാറിയിട്ടുണ്ട്. അത്രത്തോളം ഭക്ഷ്യക്ഷാമത്തിലേക്ക് ഫലസ്തീൻ മാറിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കൊടുക്കാനുള്ളത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ചില ആളുകൾ കളിയാക്കും, പ്രാർത്ഥിച്ച ഓരോ പ്രശ്നങ്ങൾ മാറുമെന്ന ഇസ്ലാം പഠിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന അതിനുള്ള തെളിവാണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന അതിനുള്ള തെളിവാണ്. നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകൾ അതിനുള്ള തെളിവാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതാണ്. അതല്ലാതെ ഇവിടുന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തുകൊണ്ട് അവിടെ പോയാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കപ്പെടൂ എന്നല്ല. ഏറ്റവും വലിയ ആയുധം, ഏറ്റവും വലിയ സഹായം അത് പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗസയിലുള്ള മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവർക്ക് സമാധാനം നൽകുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു പരിപൂർണമായി നീക്കിക്കൊടുക്കുമാറാവട്ടെ. അവരുടെ കുടുംബത്തിന്റെ കൂടെ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി ജീവിക്കാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അവരിൽ മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു ഷഹീദിന്റെ പ്രതിഫലം നൽകുമാറാവട്ടെ. ആ മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അവർക്ക് സ്വർഗത്തിൽ ഉന്നതമായ സ്വർഗം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അഭിലാഷങ്ങളുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ നമുക്ക് കൺകുളിർമ നൽകുമാറാവട്ടെ. നമ്മുടെ
മക്കളെ അള്ളാഹു സ്വാലിഹായ സന്താനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ നാടും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ അർത്ഥത്തിലും പരീക്ഷണങ്ങളിൽ നിന്ന് പൂർണ്ണമായ ശമനം ഈ നാടിന് അള്ളാഹു നൽകുമാറാവട്ടെ. ഇസ്സത്തുള്ള മുസ്ലിമായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. ഈ നാടിന്റെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ. ജമീൽ ആപ്പ് ആൻഡ്രോയിഡ് മൊബൈലുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ മൊബൈലുകളിൽ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം. ഇനി ജമീൽ നിങ്ങളുടെ ജീവിതത്തിലും ആത്മമിത്രമാകട്ടെ. ജമീൽ, the soulmate. Peace Radio, tune to reality.